തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന ഒരു പ്രശ്നത്തിന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ്. പാലക്കാട് MLA അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നേരിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അടിയന്തരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാവുന്നത്, അനേകം പരാതികൾ ഇത് സംബന്ധിച്ചുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നടത്തിയിരിക്കുന്ന പ്രശ്നം അതീവ ഗൗരവതരമാണ്. ഈ പെൺകുട്ടിയുടേത് മാത്രമല്ല, പേര് പറയാൻ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പല കാരണങ്ങൾ കൊണ്ട് പഠിച്ചിരുന്ന നിരവധി പെൺകുട്ടികളുടെ കഥ ആഭ്യന്തര വകുപ്പിന് അറിയാം. പോലീസ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പെൺകുട്ടികളുടെ പരാതികൾ കൂടി പരിശോധിക്കണം. അത്തരം പരാതികൾ കൂടി രേഖപ്പെടുത്താൻ തയ്യാറാവണം. ഗൗരവമേറിയ ഒരു വിഷയമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ മോശം പ്രവണതയാണ് ഒരു MLA ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി അതിൻ്റെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് MLA അടിയന്തരമായി രാജിവെപ്പിക്കണം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെപ്പിക്കാൻ VD സതീശനും ശ്രീ സണ്ണി ജോസഫും തയ്യാറാവണം. കോൺഗ്രസ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ വലിയ വായിൽ സംസാരിക്കുന്നവരാണ്. ശ്രീ VD സതീശന് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി കേസുകളുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളുടെ കാര്യം ശ്രീ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഈ പരാതികളെല്ലാം വന്നിട്ടുള്ളതാണ്. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ്. ജനപ്രതിനിധികളായിട്ടുള്ള പല സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോലും ഗൗരവമേറിയിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം, അങ്ങാടിപ്പട്ടാണ്. പക്ഷേ ഇതുവരെ അവർ പറഞ്ഞിരുന്നത് പരാതിയില്ല എന്നായിരുന്നു. ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു. അടിയന്തര നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. എല്ലാ കേസുകളും VD സതീശനുമായി ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന ശ്രീ പിണറായി വിജയൻ ദയവായി ഈ കേസെങ്കിലും ഒത്തുതീർപ്പാക്കരുത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർശന നടപടി ഇക്കാര്യത്തിലുണ്ടാകും. രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കും. രാഹുൽ രാജിവെക്കണമെന്നത് ഇപ്പോൾ കേരളത്തിലെ ആകെ ഒരു ധാർമ്മിക വിഷയമായി വന്നിരിക്കുകയല്ലേ. ഇതുവരെ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നില്ല എന്താണ് പരാതി. അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് രാഹുൽ രാജിവെക്കണം. കാരണം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് നിയമസഭാ സാമാജികനായി തുടരാൻ സാധിക്കില്ല. ഇത് ഒരു വ്യാജ പരാതിയല്ല, ഇത് വ്യക്തമായ തെളിവുകളോടെ ഉള്ള പരാതിയാണ്. മാത്രമല്ല, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിൻ്റെ നിരവധി ഓഡിയോ വീഡിയോ നാട്ടുകളിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഗൗരവമേറിയ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനേകം പെൺകുട്ടികൾക്ക് ഈ MLA-യിൽ നിന്ന്, ഈ പൊതുപ്രവർത്തകരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത ഇത്തരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹീനമായ കുറ്റകൃത്യമാണ് ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പൊതുരംഗത്ത് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമുണ്ട്. MLA സ്ഥാനം രാജിവെക്കണം. മുഖ്യമന്ത്രി അടിയന്തരമായി ഈ കേസിൻ്റെ അന്വേഷണം ശക്തമായി നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയിൽ സ്വീകരിക്കും. ഇതിലിപ്പോൾ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞത് ഒരു തവണ ഞങ്ങൾ നടപടി എടുത്തില്ല, ഇതിപ്പോൾ എങ്ങനെ നടപടി എടുക്കണം ഒരു തവണ നടപടി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹം നിയമസഭയിൽ വരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചാരണം നടത്തുന്നു. ഇതൊരു കള്ളത്തരമല്ലേ. കോൺഗ്രസ് പുറത്താക്കിയോ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ എന്നുള്ളതല്ല. അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനായി തുടരാൻ അർഹതയില്ലാത്ത ആളാണ്, അവകാശമില്ലാത്ത ആളാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയിട്ടുള്ളത് നാട്ടുകാരെ സംബന്ധിച്ച വിഷയമേ അല്ല. കോൺഗ്രസിൽ ആരെങ്കിലും അകത്തുണ്ടോ പുറത്തുണ്ടോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇത് നീതിബോധത്തിൻ്റെയും നിയമത്തിൻ്റെയും പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും MLA ആയിട്ട് തുടരാൻ കഴിയില്ല. പാലക്കാട് MLA അടിയന്തരമായിട്ട് രാജിവെക്കണം എന്നുള്ളത് ഒരു കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവും. നേരത്തെ BJP സ്ഥാനം എടുത്തിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് അല്ല, ഇനി അദ്ദേഹത്തിന് MLA ആയിട്ട് അവിടെ വരാൻ പറ്റില്ലെന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു. ഞാൻ ഈ കുറ്റകൃത്യം നടത്തിയ ആളെ കുറിച്ച് എനിക്ക് അദ്ദേഹം പറയാനില്ല. എനിക്ക് സംബന്ധിച്ച് സണ്ണി ജോസഫ് ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ പദ്ധതി തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്? ഇതിനെ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച
ഒരു കുറ്റവാളിയെ എന്താ പറയുക, ഒരു മനോനില തെറ്റിയ ഒരു കുറ്റവാളിയെ MLA ആയി എത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ മത്സരിക്കുന്നത്. അവരുടെ പ്രശ്നമാണ്, അവരാണ് പറയുന്ന ഉത്തരം. അല്ലാതെ അദ്ദേഹത്തെ കാലുകുത്തിക്കാതിരിക്കും വേറെ പ്രശ്നം. അതൊക്കെ സമരം ചെയ്യേണ്ടവർ സമരം ചെയ്യും. ചോദ്യം VD സതീശനോടും സണ്ണി ജോസഫിനോടുമാണ്. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, നിങ്ങളൊരു ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നതിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എഴുതിപ്പിക്കാൻ